തന്നെ അഴിമതിയുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി തലവനുമായ ശരത് പവാർ. നിയമം ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ സുപ്രീം കോടതി ഗുജറാത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെന്ന് അദ്ദേഹം തിരിച്ചടിച്ചു. നാടുകടത്തപ്പെട്ടയാളാണ് ഇന്ന് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി. അതിനാൽ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചിന്തിക്കണം. രാജ്യം ആരുടെ കൈകളിലാണോ അവർ ജനങ്ങളുടെ കൈകളിലാണ്. അവർ ജനങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിക്കുകയാണ്. ഇതിൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ അവർ രാജ്യത്തെ തെറ്റായ പാതയിലേക്ക് കൊണ്ടുപോകുമെന്ന് തനിക്ക് 100% ഉറപ്പാണെന്നും പവാർ ഷായ്ക്ക് നേരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ കിട്ടിയ അവസരം മുതലാക്കി ഷായ്ക്ക് കണക്കിന് കൊടുത്തിരിക്കുകയാണ് ശരത് പവാർ. 2010 സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ട അമിത്ഷായെ ഗുജറാത്തിൽ നിന്ന് 2 വർഷത്തേക്ക് നാട് കടത്തിയിരുന്നു. എന്നാൽ കേസിൽ 2014 അദ്ദേഹം കുറ്റവിമുക്തനാകുകയും ചെയ്തു. പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണങ്ങളിലും വിമർശനങ്ങളിലുമായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. പ്രതിപക്ഷം അഴിമതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അഴിമതി രാജാവ് ശരത് പവാറാണ്. അഴിമതിയെ സ്ഥാപനവൽക്കരിക്കുന്ന ജോലി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരത് പവാർ ആണെന്നായിരുന്നു അമിത്ഷായുടെ വിമർശനം. ഏതായാലും കൊണ്ടും കൊടുത്തും നേതാക്കൾ തകർക്കുകയാണ്. ഇതിനിടയിൽ അജിത് പവാർ പ്രശ്നം ചർച്ചയാവുന്നുണ്ട്. അജിത് പവാർ തിരിച്ചു വരാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തെ സ്വീകരിക്കണമോ എന്ന് പാർട്ടി നേതാക്കൾ തീരുമാനിക്കുമെന്നാണ് ശരത് പവാറിന്റെ വാദം. പവാർ കുടുംബത്തിൽ അജിത്തിന് എന്നും ഇടവും സ്ഥാനവുമുണ്ട്. എന്നാൽ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനുള്ള ഇടം വ്യക്തിപരമായി തീരുമാനിക്കാനില്ലെന്നും പവാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മോശം കാലത്ത് ഒപ്പം നിന്ന നേതാക്കളുമായി വിഷയം സംസാരിക്കുമെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനമാണ് അജിത് പവാർ പക്ഷത്തിന് തലവേദന സൃഷ്ടിക്കാൻ ആരംഭിച്ചത്. നിരവധി നേതാക്കൾ പാർട്ടി വിട്ട് തിരികെ ശരത് പവാർ നേതൃത്വം നൽകുന്ന NCPയിലേക്ക് തിരിച്ചു വന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അജിത് പവാറിന്റെ നീക്കമാണ് 2023 NCPയുടെ പിളർപ്പിന് വഴിവെച്ചത്. ശരത് പവാറും സംഘവും പ്രതിപക്ഷത്ത് തുടരുകയും അജിത് പവാർ ഏക്നാഥ് ഷിൻഡെ സർക്കാരിന്റെ ഭാഗമാവുകയുമായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDAയുടെ ഭാഗമായി മത്സരിച്ചുവെങ്കിലും ഒരേയൊരു സീറ്റിൽ റായ്ഗഡിൽ മാത്രമായിരുന്നു അജിത് പവാറിന്റെ പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ശരത് പവാർ പക്ഷം മത്സരിച്ച 10 സീറ്റുകളിൽ 8 എണ്ണത്തിൽ വിജയിച്ചിരുന്നു.